ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ. ഇനി മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്നത് നമ്മുടെ വാലിബന്റെ വരവിനായിട്ടാണ്. അപ്പൊ എന്തായാലും ഇന്നലെ വാലിബന്റെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോങ് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം നല്ലൊരു കിഡൻ മെലഡി സോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും വാലിബന്റെ ഇതുവരെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും പോസ്റ്ററുകൾ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഗംഭീര മാസ് ലാലേട്ടനെ നമ്മൾക്ക് എങ്ങനെയാണോ തിയേറ്ററിൽ കാണാൻ ഭൂരിഭാഗം വരുന്ന മലയാളി ഓഡിയൻസിനും ലാലേട്ടന്റെ ഒരു മാസ് വെർഷനാണ് കാണാനായിട്ട് കൂടുതലും ഇഷ്ടം. ആ ഒരു ലാലേട്ടനെ തിയേറ്ററിൽ കാണാൻ സാധിക്കും എന്ന രീതിയിലാണ് വാലിബന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന സോങ് അപ്ഡേറ്റുകളിലെ 3 സോങ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് റാക്ക് ഒരു ഡിഫറന്റ് ലെവലിൽ ലാലേട്ടൻ പാടിയ ഒരു പാട്ടാണ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിനു മുമ്പ് ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ സോങ് കാണുവാണെങ്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ ഗ്രേഡിംഗ് ആയാലും ഒരു നൈറ്റ് വിഷ്വൽസ് ഒക്കെയാണ്. അതൊരു മാസ് പടത്തിന് ചേരുന്ന രീതിയിലാണോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു ഡൗട്ട് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ്. നമുക്ക് ഈ തരുന്ന അപ്ഡേറ്റ്സ് കൊണ്ടൊന്നും സിനിമ ഏത് ജേണറാണെന്ന് പറയാനായിട്ട് ഒരു നിർവാഹവും ഇല്ല. കാരണം ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. കാരണം അദ്ദേഹം ഓരോ സിനിമയും ഓരോ രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ എന്തായാലും ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിജയ് ബാബു എന്ന പ്രൊഡ്യൂസർ മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് പറഞ്ഞതാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു മാസ് പടം ചെയ്യാനായിട്ട് അടിപ്പടം പൊടി പറക്കുന്ന രീതിയിൽ പടം ചെയ്യാനായിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ആഗ്രഹമുണ്ടെന്ന് വിജയ് ബാബു തന്നെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. അപ്പൊ എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരി വിജയ് ബാബുവിനോട് മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. റെഡി? അല്ല, എനിക്ക് ലിജോ ആസ് എ മേക്കർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആണ്. അപ്പം ഒരുപാട് ലിജോ ആയിട്ട് ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ലിജോയുടെ മനസ്സിൽ എന്നും ഇപ്പം ഡബിൾ ബാരലായിരുന്നു ലിജോയുടെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമയാണ്. അപ്പം ലിജോയ്ക്ക് അത് അന്ന് മനസ്സിലായിരുന്നു കുറച്ചും കൂടെ കാലത്തിന്. അപ്പം മാസ് ആളുകൾക്ക്, അതായത് ജനങ്ങൾ, സാധാരണ പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് സിനിമ, അത് ലാലേട്ടൻ വെച്ച് അല്ലെങ്കിൽ മമ്മൂക്കാനെ വെച്ചിട്ടെന്നുള്ള ഒരു എന്നും അങ്ങനെ അന്ന് പറഞ്ഞിരുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന മലക്കോട്ടെ വാലിബൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് കേട്ട ചെറിയ വെർഷൻ പോലും നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന അല്ല. അപ്പൊ ഇന്ന് അതിന്റെ ഒരു സ്ഥാനമൊക്കെ കാണുമ്പോൾ പിന്നെ ടിനു ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഇത് വേറെ ലെവൽ പടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതല്ലേ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയൊക്കെ പോകുന്നത്. അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വരാനാ? അപ്പൊ ഇതാണ് വിജയ് ബാബു ലിജോ മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് വിജയ് ബാബുവിനോട് സംസാരിച്ചിട്ടുള്ളതിൽ വെച്ചിട്ടാണ് വിജയ് ബാബു ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലാലേട്ടൻ ആരാധകർക്ക് വരെ ഉള്ള ഒരു ഡൗട്ടാണ്. കാരണം ഈ ഒരു പടം കോമൺ പീപ്പിളുമായിട്ട്, സാധാരണ ജനങ്ങളുമായിട്ട് കണക്ട് ആകുമോ ഇല്ലയോ എന്ന്. കാരണം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മുമ്പത്തെ പല പടങ്ങളും ആ ഒരു ബേസ് ലെവൽ ഫാമിലി ഓഡിയൻസിനൊന്നും കണക്ട് ആവാത്ത രീതിയിലുള്ള സിനിമകളായിരുന്നു. പക്ഷെ ആമേനും അങ്കമാലി ഡയറീസും ഈ 2 പടങ്ങളും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന 2 പടങ്ങളാണ്. തിയേറ്ററിൽ വിജയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ 2 സിനിമകളും ഇത് രണ്ടും ആണ്. അപ്പം ആ ഒരു രീതിയിലും കോമൺ പീപ്പിളിന് മനസ്സിലാകുന്ന രീതിയിലും ഒക്കെ ലിജോ ജോസ് പല്ലിശ്ശേരി പടം എടുക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഡയറക്ടറിനും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു സോക്കാൾഡ് മാസ് പടം എടുക്കാനായിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഫാൻസിനൊക്കെ ലാലേട്ടൻ ഫാൻസിനെന്നല്ല, മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു വിരുന്ന് തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഒരുക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് ഹൈപ്പ് കുറയ്ക്കണമെന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ലടി. ഓരോ പോസ്റ്ററും കാണുമ്പോഴത്തേക്കും മലയാള സിനിമകളിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് റീസെന്റ് ടൈമിലെ ഏറ്റവും കിടുക്കാച്ചി പോസ്റ്റേഴ്സ് ആണ് ഇപ്പൊ മലൈക്കോട്ടെ വാലിബൻ ടീം ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ആ ഒരു പോസ്റ്ററൊക്കെ റോഡ് സൈഡിൽ കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു പ്രൊമോഷന്റെ വെറൈറ്റി എന്ന് പറയുന്നത്. ആദ്യമേ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയല്ല, ഏതെങ്കിലും തിയേറ്ററിലോ റോഡ് സൈഡിലോ ഫ്ലെക്സിലോ ഒക്കെ കാണുന്ന രീതിയിൽ അവർ ആദ്യമേ പ്രദർശിപ്പിച്ചിട്ടാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടത് ഓടിയതിനകത്താണ് കേട്ടോ. നെഗറ്റീവ് വേണ്ട, വിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ വലിയൊരു രീതിയിൽ തന്നെ പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. പക്ഷെ അത് ലിജോ ജോസ് പല്ലിശ്ശേരി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കമൊക്കെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള വലിയൊരു രീതിയിൽ നല്ല റിവ്യൂസ് ഒക്കെ വന്ന പടമാണെങ്കിൽ കൂടി സാധാരണ പ്രേക്ഷകർക്ക് കണക്ട് ആവാൻ കുറച്ചൊക്കെ പാടുള്ള രീതിയിലാണ് ആ ഒരു സിനിമ പോലും, മമ്മൂക്ക വെച്ചിട്ട് ചെയ്ത ആ ഒരു പടം പോലും ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ പ്രേക്ഷകൻ ഊഹിച്ചോ എന്ന രീതിയിൽ, ഇതെന്താണ് സംഭവം, ഡ്രീമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണോ, പ്രേക്ഷകൻ നാടകമാണോ എന്നൊക്കെ പ്രേക്ഷകൻ ഊഹിച്ചോ എന്നുള്ള രീതിയിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ആ ഒരു സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതേ കണക്കെങ്ങാനും വാലിബൻ നിർത്തിയ ദൈവമേ, ഇത്രയും വലിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു രീതിയിലൊന്നും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയും ഹൈ ബഡ്ജറ്റ് വെച്ച് പടം ചെയ്യുന്നു, പിന്നെ ഇത്രയും വലിയ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നു, വലിയ രീതിയിലുള്ള ഒരു സോക്കാൾഡ് മലയാളത്തിന്റെ ഒരു ബിഗസ്റ്റ് പടം വരുമ്പോഴത്തേക്കും ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ ടീം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ലോക്കൽ ഓഡിയൻസിന് ഇടയിലേക്ക് ആഴത്തിൽ ആ ഒരു സിനിമ എത്തണമെന്ന് ആഗ്രഹത്തോടെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റൽ പടം ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എന്റെ പ്രതീക്ഷയുടെ ഒരു കാരണം. ഒരു തീ പറക്കുന്ന ഒരു ആക്ഷൻ പടം തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നിരുന്നാൽ പോലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആ ഒരു വേ ഓഫ് ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി കാണുമെന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മലൈക്കോട്ടെ വാലിബനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മൊത്തത്തില് ഭഗവാനെ ഒരു കിടക്കാച്ചി ഒരു ആക്ഷൻ പടം തന്നെ ആയിരിക്കണേ തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അതേപോലെയൊക്കെ തന്നെ ആവട്ടെ. എനിക്ക് ഒപ്പം പുലിമുരുകൻ ഈ 2 പടങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒപ്പം ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴാണ് പുലിമുരുകൻ ഇറങ്ങിയത്. ഇപ്പം നേരെ ഇറങ്ങി 1 മാസം കഴിയുമ്പോഴാണ് മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങുന്നത്. അങ്ങനെ അന്ന് ഒപ്പം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുലിമുരുകൻ ഇറങ്ങുന്നത്. ഇപ്പം നേരെ അതേ കണക്ക് അടിച്ച് നിൽക്കുകയാണ്. ഇനി 25-ാം തീയതി വാലിബൻ പോസിറ്റീവ് ആണെങ്കിൽ താണ്ഡവം ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ കയറി അങ്ങോട്ട് താണ്ഡവം കളിക്കും. വേറെ ലെവലായിരിക്കും. പോസിറ്റീവ് ആയിരിക്കട്ടെ. എന്തായാലും എനിക്ക് വലിയ രീതി എത്രയൊക്കെ പ്രതീക്ഷ കുറയ്ക്കാൻ ശ്രമിച്ചാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഉള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും ട്രെയിലറൊക്കെ ഈ അടുത്ത് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ട്രെയിലർ വീഡിയോയുടെ റിയാക്ഷനൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.